ലഹരിയുടെ വേരുകൾ സംസ്ഥാനത്ത് പിടിമുറുക്കുമ്പോൾ കുറ്റകൃത്യങ്ങളും തുടർക്കഥയാവുകയാണ്. രാജ്യാന്തര രാസലഹരിയുടെ കടന്നുവരവ് തടയിടാനാകാതെ ആഭ്യന്തര വകുപ്പും നോക്കുകുത്തിയാവുകയാണ്. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളിലേക്ക് കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. മയക്കുമരുന്നിനെതിരെ സംസ്ഥാനത്ത് പരിശോധനകൾ ശക്തമാക്കി എക്സൈസ്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ഒരാഴ്ച കൂടി ദീർഘിപ്പിക്കും. മാർച്ച് 5 മുതൽ ഇതുവരെ നടത്തിയ റെയ്ഡുകളിൽ 35,568 ഇതുവരെ പിടികൂടിയത് 1,9,00,000 രൂപയുടെ മയക്കുമരുന്നുകളാണ്. സംസ്ഥാന വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും വർദ്ധിക്കുന്നതിനിടെയാണ് മയക്കുമരുന്നിനെതിരെ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് നടപടികൾ കൂടുതൽ ഊർജിതമാക്കുന്നത്. മാർച്ച് 12 വരെ നിശ്ചയിച്ചിരുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ഒരാഴ്ച കൂടി ദീർഘിപ്പിക്കും. ഡ്രൈവിംഗിന്റെ ഭാഗമായി മാർച്ച് 5 മുതൽ 12 വരെ എക്സൈസ് നടത്തിയത് 3,568 റെയ്ഡുകളാണ്. ഇതിൽ പോലീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ സേനകളുമായി ചേർന്നുള്ള 50 സംയുക്ത പരിശോധനകളുമുണ്ട്. ഈ കാലയളവിൽ 33,709 വാഹനങ്ങൾ പരിശോധിച്ചു. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി 554 മയക്കുമരുന്ന് കേസുകളാണ് എക്സൈസ് പിടികൂടിയത്. ഈ കേസുകളിൽ 570 പേരെ പ്രതി ചേർക്കുകയും ഇതിൽ 555 പേരെ പിടികൂടുകയും ചെയ്തു. മയക്കുമരുന്ന് കടത്തി 27 വാഹനങ്ങളും പിടികൂടി. പ്രതികളിൽ നിന്ന് 1.9 കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് എക്സൈസ് കണ്ടെടുത്തത്. സ്കൂൾ പരിസരത്ത് 998, ബസ് സ്റ്റാൻഡ് പരിസരത്ത് 282, ലേബർ ക്യാമ്പുകളിൽ 104, റെയിൽവേ സ്റ്റേഷനുകളിൽ 89 തുടങ്ങിയ പരിശോധനകളും നടത്തിയിട്ടുണ്ട്. ഒളിവിൽ കഴിഞ്ഞിരുന്ന 26 പ്രതികളെയും എക്സൈസ് അറസ്റ്റ് ചെയ്തു. സ്കൂൾ, കോളേജ്, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രത്യേക നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും. മിഠായികളിൽ മയക്കുമരുന്ന് കലർത്തി വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധയും ചെലുത്തും. ജനം, തിരുവനന്തപുരം. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഈന്തപ്പഴ പാക്കറ്റിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത്. ജിദ്ദയിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് 404 ഗ്രാം സ്വർണം പോലീസ് പിടിച്ചെടുത്തു. ഏകദേശം 35 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് പിടികൂടിയത്. സംഭവത്തിൽ യാത്രക്കാരനെയും സ്വർണം സ്വീകരിക്കാനെത്തിയ താമരശ്ശേരി സ്വദേശി അബ്ദുൽ അസീസിനെയും പോലീസ് പിടികൂടി. വിമാനത്താവളത്തിന് പുറത്തു വച്ചാണ് ഇയാൾ പിടിയിലായത്. ഏറെ നേരം ചോദ്യം ചെയ്തതിന് ശേഷമാണ് അസീസ് കുറ്റം സമ്മതിച്ചത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ് മലപ്പുറത്തുനിന്ന്. ശിവദാസ്, എപ്പോഴായിരുന്നു പിടികൂടിയത്? ഇന്ന് രാവിലെയാണ് കരിപ്പൂരിൽ നിന്നും സ്വർണം പിടികൂടിയത്. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 404 ഗ്രാം സ്വർണമാണ് പോലീസ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ ഒരു യാത്രക്കാരനെയും അയാളിൽ നിന്നും ഈ കടത്ത് സ്വർണം സ്വീകരിക്കാൻ വന്ന മറ്റൊരാളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിക്ക് ജിദ്ദയിൽ നിന്നും വന്ന ഇൻഡിഗോ വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ വ്യക്തിയിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. താമരശ്ശേരി സ്വദേശി അബ്ദുൽ അസീസാണ് ഈ സംഭവത്തിൽ പിടിയിലായത്. എയർപോർട്ടിന് പുറത്ത് വെച്ചാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ഏറെ നേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അസീസ് കുറ്റം സമ്മതിച്ചത്. 24 ക്യാരറ്റ് സ്വർണം ആഭരണ രൂപത്തിലാക്കി 3 പാക്കറ്റുകളിലാക്കി ചെക്കിൻ ബാഗേജിലെ ഈന്തപ്പഴത്തിന്റെ പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു ഇയാൾ വിദേശത്ത് നിന്നും എത്തിയത്. പിന്നീട് പോലീസിന് സംശയം തോന്നിയാണ് ഇയാളെ ചോദ്യം ചെയ്തതും അതിനുശേഷം ഈ സ്വർണം കണ്ടെടുത്തതും. ആഭ്യന്തര വിപണിയിൽ ഏകദേശം 35 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണമാണ് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ സമർപ്പിക്കും. ഇതോടൊപ്പം ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കസ്റ്റംസ് പ്രിവന്റീവ് ഡിവിഷന് വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനീസിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളിൽ നിന്നും സ്വർണം സ്വീകരിക്കാൻ എയർപോർട്ടിൽ എത്തി കാത്തുനിന്ന താമരശ്ശേരി സ്വദേശി മുഹമ്മദ് ബഷീറിനെയും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സ്വർണ്ണക്കടത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് തുടരുകയാണ്. വിനീഷ്, ഈന്തപ്പഴ പാക്കറ്റിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനം നൽകിയത്. തിരുവനന്തപുരത്ത് യുവാവിനെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി. ഉത്സവ ഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മംഗലാപുരം SIയുടെ നേതൃത്വത്തിലുള്ള സംഘം മുരുക്കുംപുഴ സ്വദേശി ഷിബുവിനെ മർദ്ദിച്ചതായാണ് പരാതി ഉയരുന്നത്. സംഭവത്തിൽ നിയമ പോരാട്ടം തുടരുമെന്നും ഷിബു വ്യക്തമാക്കി.
കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ഉത്സവാഘോഷ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് മംഗലപുരം എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം മുരുക്കുംപുഴ സ്വദേശി ഷിബുവിനെ മർദ്ദിച്ചത്. അകാരണമായാണ് മർദ്ദനമെന്ന പരാതിയും ഉയർന്നിരുന്നു. ഷിബുവിന്റെ മക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ചായിരുന്നു മർദ്ദനം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. അതേസമയം സംഭവത്തിൽ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഷിബു ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടി തുടരുമെന്നും ഷിബു വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. കായംകുളം പുതുപ്പള്ളിയിൽ മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്യാൻ കായലിൽ ചാടിയത് പോലീസ് ഭീഷണിയെ തുടർന്നെന്ന് സഹോദരൻ. ദേവികുളങ്ങര സ്വദേശി രാജുവാണ് വ്യാഴാഴ്ച വൈകിട്ട് കൂട്ടുംവാതുക്കൽ കടവ് പാലത്തിൽ നിന്ന് കായലിൽ ചാടിയത്. അയൽവാസികൾ മർദ്ദിച്ചതിനെക്കുറിച്ച് പരാതി നൽകാൻ ചെന്നപ്പോൾ കായംകുളം CI കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് സഹോദരൻ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് സമീപത്തെ കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നത് സംബന്ധിച്ച് അയൽവാസികളുമായുള്ള തർക്കത്തെ തുടർന്ന് രാജുവിനും സഹോദരൻ രാജേന്ദ്രനും മർദ്ദനമേറ്റത്. വൃക്ക രോഗിയാണ് രാജേന്ദ്രൻ. 3 വർഷം മുമ്പ് രാജുവാണ് സഹോദരന് വൃക്ക നൽകിയത്. രണ്ടുപേരും ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിനിടെയാണ് മർദ്ദനമേറ്റത്. അയൽവാസികളായ 3 പേരാണ് മർദ്ദിച്ചത്. ഞങ്ങൾക്ക് 2022 എനിക്ക് വൃക്കയുടെ അസുഖം വന്നത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ചേട്ടൻ്റെ വൃക്ക എടുത്തതെന്നാണ് എനിക്ക് ദാനം ചെയ്ത് എനിക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചികിത്സയിൽ ഇതെല്ലാം ഈ പിള്ളേർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ അവരും കൂടെ പഞ്ചായത്തിൽ നിന്ന് പൈസ പിരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ ഓപ്പറേഷന് വേണ്ടി തന്നത്. അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ അടിക്കുന്ന പിള്ളേർക്ക് ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള പിള്ളേർ, എന്നിട്ട് പോലും അവർ അതിനൊരു ദയ കാണിക്കാതെ ഞങ്ങളെ എടുത്തിട്ട് അടിച്ചു. ചേട്ടൻ്റെ വയറിന് ചവിട്ടുക, ഓപ്പറേഷൻ ചെയ്ത വയറിന് ചവിട്ടുകയും ഇരിക്കുകയൊക്കെ ചെയ്തു. തൊട്ടടുത്ത ദിവസം പരാതിയുമായി ഇവർ കായംകുളം പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും പരാതിക്കാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുമെന്ന് CI ഭീഷണിപ്പെടുത്തി. ദിവസങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയെങ്കിലും പോലീസ് കേസെടുത്തില്ലെന്ന് മാത്രമല്ല പരാതിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ നിർബന്ധിച്ചു. അതോടെ ഒപ്പിട്ട് നൽകി. കായംകുളം CI ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് സഹോദരൻ രാജു കായലിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് നീതിയില്ല. നമ്മളെ ചെന്ന് കഴിഞ്ഞാൽ പറയും നിങ്ങളെ പിടിച്ച് റിമാൻഡ് ചെയ്യും, അവന്മാരെ പുറത്ത് വിടുവന്നു. CI പറഞ്ഞ കാര്യമോ. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എന്ത് ചെയ്ത് ഗതികെട്ട് ഞങ്ങൾ ചേട്ടനോട് ഞാൻ പറഞ്ഞാൽ നമുക്ക് കാര്യമില്ലാത്തതില്ലേ, നമുക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. എഴുതി കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കേസില്ലെന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുത്തേ. അല്ല, അത് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നിൽ ആളില്ല. നമ്മളെ ജയിലിൽ അടയ്ക്കുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്, റിമാൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട്. കായംകുളം CIയുടെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ചേട്ടന് ഇപ്പോൾ ഈ ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്, ആത്മഹത്യയൊക്കെയിലെത്തിയത്. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ രാജു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാജേന്ദ്രനെ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം വിട്ടയച്ചു. കായംകുളം CIയുടെ ഭാഗത്തു നിന്നുണ്ടായ നീതികേടിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇരുവരുടെയും തീരുമാനം. ജനം, ആലപ്പുഴ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെയിൽ നഴ്സിനെ രോഗിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചതായി പരാതി. സ്റ്റാഫ് നഴ്സ് ജഗിൽ ചന്ദ്രനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നഴ്സുമാർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. 6ാം വാർഡിൽ ഡ്യൂട്ടി നോക്കിയിരുന്ന സ്റ്റാഫ് നഴ്സ് ജഗിൽ ചന്ദ്രനാണ് മർദ്ദനമേറ്റത്. രോഗിയുടെ കൂട്ടിരിപ്പുകാരനായി എത്തിയ മുഹമ്മദ് ഷിഫാൻ മർദ്ദിച്ചുവെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിൽ നൽകിയ പരാതി. പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഴ്സുമാർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. നിരന്തരമായി ആരോഗ്യ പ്രവർത്തകർ മർദ്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടും ഈ സർക്കാരിന് മുമ്പിലും പറയുന്നതാണ് ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക, ആ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുക, ഈ ആക്രമിക്കപ്പെടുന്നവർക്ക് അർഹമായ ശിക്ഷ നൽകുക. പക്ഷേ എന്തൊക്കെ നൽകിയിട്ടും ഈ ആരോഗ്യ പ്രവർത്തകർക്ക് മേൽ ഈ ആക്രമണങ്ങൾക്ക് ഒരു കുറവും ഇന്ന് ഈ കേരളത്തിലില്ല. ജീവനക്കാർ സ്ത്രീകളോടുൾപ്പെടെ അപമര്യാദയെ പെരുമാറിയെന്നും മർദ്ദിച്ചെന്നും രോഗിയുടെ ബന്ധുക്കളും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇരുകൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ജീവനക്കാരും രോഗിയുടെ ബന്ധുക്കളും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ സെക്യൂരിറ്റിക്കാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് പതിവെന്നും ആരോപണമുണ്ട്. ജനം, തിരുവനന്തപുരം. കണ്ണൂർ ഉള്ളിക്കലിൽ ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന. MDMAയുമായി യുവതി ഉൾപ്പെടെ 3 പേരെ പോലീസ് പിടികൂടി. ഉള്ളിക്കൽ സ്വദേശി മുബാഷിർ, കർണാടക സ്വദേശികളായ കോമള, അബ്ദുൽ ഹക്കീം എന്നിവരാണ് അറസ്റ്റിലായത്.
ഇന്നലെ വൈകിട്ട് ഉളിക്കലിലെ ക്വാർട്ടേഴ്സിലെത്തിയ പോലീസ് സംഘം വാതിലിൽ മുട്ടിയെങ്കിലും പ്രതികൾ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് പോലീസ് സംഘം അകത്തു കയറിയത്. നുച്ചിയാട് സ്വദേശി മുബഷീർ, കർണാടക സ്വദേശികളായ അബ്ദുൽ ഹക്കീം, കോമള എന്നിവരെയാണ് റൂറൽ SP-യുടെ പ്രത്യേക സ്ക്വാഡ് പിടികൂടിയത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ 5 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. ലഹരി വിൽപ്പനയ്ക്കുള്ള കവറുകളും അളവ് യന്ത്രവും കണ്ടെടുത്തു. പോലീസിനെ കണ്ടതോടെ പ്രതികൾ കയ്യിലുണ്ടായിരുന്ന MDMA വാഷ് ബേസിനിലിട്ട് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പോലീസ് തടയുകയായിരുന്നു. പോലീസിന്റെ സംയോജിത ഇടപെടൽ കൊണ്ട് ബാക്കി വന്ന MDMA ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടാൻ സാധിച്ചു. ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പന നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ജനം, കണ്ണൂർ. കളമശ്ശേരി പോളിടെക്നിക് ലഹരി കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കഞ്ചാവ് വിതരണം ചെയ്തിരുന്നതിലെ മുഖ്യ കണ്ണികളാണ് ഇവർ. വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമാണ് ഇവർ കഞ്ചാവുകൾ കൊണ്ടുവന്നിരുന്നതെന്ന് തൃക്കാക്കര ACP പറഞ്ഞു. കളമശ്ശേരി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിതരണം ചെയ്യുന്നതിൽ നേരിട്ട് ബന്ധമുള്ളവരാണ് പിടിയിലായ ആഷിഖും ഷാലിക്കും. കേസിൽ റിമാൻഡിൽ കഴിയുന്ന ആകാശിന്റെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇവർ മുൻപും കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് തൃക്കാക്കര ACP പറഞ്ഞു. കോളേജിൽ നിന്നുള്ള ഡിമാൻഡ് കാരണമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് മൊഴി. പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഇവർ അവിടെ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. തെളിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് നടപടികൾ ഉണ്ടാകും. ആകാശിന്റെ മുറിയിലുണ്ടായിരുന്ന ആദിലിനും അനന്തുവിനും കേസിൽ പങ്കുണ്ടെന്നതിന് തെളിവില്ലെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും ACP വ്യക്തമാക്കി. വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാവുന്നതല്ല. അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അതൊക്കെ നമുക്ക് അന്വേഷിച്ചാലാണ് ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടത്. കാരണം ഒത്തിരി നമുക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിച്ചാലേ അത് പറയാൻ പറ്റും. ജനം, കൊച്ചി. ഹോളി ആഘോഷത്തിനിടെ കണ്ണൂർ പയ്യന്നൂർ കോളേജിലുണ്ടായ സംഘർഷത്തിൽ 1ാം വർഷ വിദ്യാർത്ഥി അർജുൻ്റെ വാരിയെല്ലിന് പരിക്ക്. 3ാം വർഷ വിദ്യാർത്ഥിയായ അർജുനെ 3ാം വർഷ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് തല്ലി എന്നാണ് പരാതി. വാരിയെല്ലിന് പരിക്കേറ്റ വിദ്യാർത്ഥി പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കൊപ്പം നടന്നതിനാണ് മർദ്ദിച്ചത് എന്ന് പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥി അർജുൻ. ഇതിനു മുമ്പും സീനിയർ വിദ്യാർത്ഥികളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും 20ഓളം പേർ ചേർന്നാണ് മർദ്ദിച്ചതെന്നും അർജുൻ പറയുന്നു. തീർക്കാതെ പോവില്ലെന്ന് പറഞ്ഞാണ് അടിച്ചത്. ശരീരമാസകലം മർദ്ദിച്ചെന്നും വിദ്യാർത്ഥി വ്യക്തമാക്കി. എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹോളി ഞാൻ പിന്നെ കഴിയാത്തതുകൊണ്ട് മതിയാക്കിയിട്ട് താഴോട്ട് പോയിന്. അപ്പോൾ ചങ്ങാൻ്റെ കീ എവിടെ വീണത് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ സമയത്ത് രാധീശ്വരൻ വെക്കുമ്പോൾ എന്നോട് റോങ്ങായിട്ട് എന്തൊക്കെ സംസാരിച്ചു. ഞാൻ എന്നിട്ടൊന്നും തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പോയിട്ടില്ല, കുഴപ്പമാക്കണ്ട വിചാരിച്ചിട്ട്. എന്നിട്ട് അതൊന്നിച്ചില്ല എടുത്തപ്പോൾ തന്നെ തള്ളി കിട്ടും. അന്നേരം നവീശ്വരൻ നിർത്തമെന്ന് തലേൻ്റെ ബാക്കിലടിച്ചു. അത് എനിക്ക് നല്ലോണം ക്ഷീണായി എന്നാണ് എനിക്ക് കടന്നു. മൂക്കുന്ന ബ്ലഡെല്ലാം വന്നിട്ട് എന്നിട്ട് എൻ്റെ ഒന്നിച്ചിലവർ പിടിച്ചു മാറ്റാൻ വരുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു 10-25 ആൾ കൂടിയിട്ട് വന്നിട്ട് എന്നെ ഒറ്റക്ക് തല്ലിയിരുന്നു. ഞാൻ കുറച്ച് എനിക്ക് ഏജ് അവരെ സെയിം ഏജ് ഉണ്ട്, 3rd ഇയേഴ്സിൻ്റെ അതേ ഏജാണ്. അപ്പോൾ ഞാൻ ഈ 2nd ഇയേഴ്സിൻ്റെ ഒന്നിച്ചാണ് നടക്കല്. അപ്പോൾ അതൊന്നും ഇവർക്ക് അത്ര ഇഷ്ടമല്ല. അതിനോട് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇങ്ങനെ നീ ആരെപ്പോഴും നടക്കണ്ട, പിന്നെ ജൂനിയർ സ്ഥാനത്ത് നിന്നാൽ മതി, സീനിയേഴ്സ് എല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ നീ ഇടപെട്ടിട്ട് നന്നാക്കാൻ നിൽക്കണ്ട എന്നിട്ട് എന്നോട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ ഒന്നിച്ച് നടക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. എന്നിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ അവരെപ്പോഴും നടന്നു. അപ്പോൾ ഇന്നലെ പരിപാടി കിടന്ന് വന്നിട്ട് മുഖത്തടിച്ചു. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരു അഭയും നവീശ്വരനും കൂടിയിട്ട് കുറേ തടിച്ചു. ഇന്നലെയാണ് ഹോളി ആഘോഷത്തിനിടെ പയ്യന്നൂർ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു സംഘർഷത്തിൽ വാരിയലിന് പരിക്കേറ്റ അർജുൻ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനം, കണ്ണൂർ. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരായ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ നടപടി സ്വീകരിക്കാതെ പാർട്ടി നേതൃത്വം. ഹരിപ്പാട് വിയാപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സൈമൺ എബ്രഹാമിനെതിരെയാണ് വനിതാ പാർട്ടി അംഗം സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും അടക്കം പരാതി നൽകിയത്.
പാർട്ടിയിൽ നിന്ന് നീതി ലഭിക്കാതായതോടെ പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി വനിതാ അംഗം. ആശ്ലീല ചുവയോടെ സംസാരിക്കുകയും വനിതാംഗവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി പ്രചരിപ്പിക്കുകയും ചെയ്തതും അടക്കമുള്ള ഗൗരവതരമായ കാര്യങ്ങളാണ് വിയ്യപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ വനിതാംഗം നൽകിയ പരാതിയിലുള്ളത്. സൈമന്റെ ശല്യം കാരണം ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സജീവ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിയേണ്ടി വന്നതായും പരാതിയിൽ പറയുന്നു. വനിതാംഗത്തിൻ്റെ കുടുംബജീവിതം തകർക്കുന്ന രീതിയിലായിരുന്നു പ്രചരണങ്ങളെന്നും പാർട്ടിയെ ധരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതി പരിശോധിക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയെയും സംസ്ഥാന കമ്മിറ്റി അംഗം KH ബാബുജാനെയും ചുമതലപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ മാസം 22-ന് പരാതിക്കാരിയിൽ നിന്നും CS സുജാത നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്ന് പരാതിക്കാരി പറയുന്നു. സൈമനെതിരെ നടപടി ഉണ്ടാകണമെന്ന് പാർട്ടി കമ്മിറ്റിയിൽ നിരവധി പാർട്ടി അംഗങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനിയും നടപടി വൈകിയാൽ കൂട്ടത്തോടെ പാർട്ടി വിടാൻ തയ്യാറെടുക്കുകയാണ് ഒരു കൂട്ടം പ്രവർത്തകർ. പാർട്ടിയിൽ നിന്നും നീതി ലഭിക്കാഞ്ഞതോടെ പോലീസിൽ പരാതി നൽകുമെന്നും വനിതാ അംഗം ജനം TVയോട് പറഞ്ഞു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. ആലപ്പുഴയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷിൽ നിന്ന് MDMA പിടിച്ചെടുത്ത കേസിൽ പ്രതിക്കായി ഒത്തുകളിച്ച് ആലപ്പുഴ സൗത്ത് പോലീസ്. കേസ് അന്വേഷണത്തിൻ്റെ പ്രാഥമിക നടപടികളിൽ പോലീസ് വീഴ്ച വരുത്തിയതായി ആക്ഷേപം. MDMA കണ്ടെത്തുമ്പോഴുള്ള പ്രതിയുടെ ദേഹപരിശോധന സമയത്ത് ഗസറ്റ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിലും വീട്ടിൽ പരിശോധന നടത്തുന്നതിലും പോലീസിന് വീഴ്ച. ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയം ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ജയരാജിൻ്റെ കൈവശം MDMA ഉണ്ടെന്ന കൃത്യമായ വിവരം ഹരിപ്പാട് പോലീസ് നേരത്തെ തന്നെ ആലപ്പുഴ സൗത്ത് പോലീസിന് കൈമാറിയിരുന്നു. എന്നിട്ടും നാർക്കോട്ടിക് ഡ്രഗ്സ് പരിശോധനയിൽ നിർബന്ധമായും പാലിക്കേണ്ട പരിശോധനാ മാനദണ്ഡം പാലിച്ചില്ലെന്നതാണ് പോലീസിനെതിരെ ഉയരുന്ന പ്രധാന പരാതി. വിഘ്നേഷ് രാസലഹരി വിൽപ്പന നടത്തിയിരുന്നു എന്ന് കണ്ടെത്തിയിട്ടും പ്രതിയുടെ വീടോ വാഹനമോ പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല. FIRൽ വിൽപ്പനയിൽ നിന്ന് നേടിയ പണം കൈവശമുണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം നൽകിയതും വിവാദമാവുകയാണ്. കണ്ടെത്തിയ മയക്കുമരുന്നിൻ്റെ ഉറവിടം തേടാനോ ഫോൺ കസ്റ്റഡിയിൽ വാങ്ങാനോ CDR രേഖകൾ പരിശോധിക്കാനോ പോലീസ് തയ്യാറാകാത്തതും ദുരൂഹമാണ്. പണമിടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളും കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഇതിലൂടെ അന്വേഷണം മുന്നോട്ട് പോകരുതെന്ന് ചിലർക്ക് നിർബന്ധമുണ്ടെന്നതാണ് വ്യക്തമാകുന്നത്. അറസ്റ്റ് സംബന്ധിച്ച വിവരം സ്റ്റേഷൻ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പോലും അറിയുന്നത് പ്രതിക്ക് ജാമ്യം നൽകി പറഞ്ഞയച്ച ശേഷമാണെന്നാണ് വിവരം. ലഹരിക്കെതിരെ ഓപ്പറേഷൻ ഡി ഹണ്ട് സർക്കാർ നടത്തുമ്പോൾ ആണ് സൗത്ത് പോലീസിൻ്റെ ഇരട്ടത്താപ്പ്. പിന്നിൽ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട CPM സമ്മർദ്ദമെന്നും ആരോപണം ഉയരുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. തിരുവനന്തപുരം വർക്കലയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് മധ്യവയസ്കനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. സന്തോഷ് എന്ന് വിളിക്കുന്ന സുനിൽ ദത്തിനെയാണ് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. സുനിലിൻ്റെ സഹോദരി ഭർത്താവ് ഷാനി, സുഹൃത്തുക്കളായ മനു, 16 വയസ്സുകാരൻ എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെ കുഴിവിളാകം ക്ഷേത്രത്തിന് സമീപം അഞ്ചുപരമ്പുവിള വീട്ടിൽ സന്തോഷ് എന്ന് വിളിക്കുന്ന സുനിൽ ദത്തിനെ ഒരു സംഘം വീട്ടിൽ കയറി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സുനിൽ ദത്തിന്റെ സഹോദരി ഉഷാകുമാരിക്കും തലയ്ക്ക് വെട്ടേറ്റിരുന്നു. ഉഷയുടെ ഭർത്താവ് ഷാനിയുടെ നേതൃത്വത്തിലായിരുന്നു വീടുകയറി ആക്രമണം. സുനിൽ ദത്തിന്റെ കഴുത്തിലും കാലുകളിലുമാണ് ആഴത്തിൽ വെട്ടേറ്റത്. ഷാനിയും ഉഷയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക തർക്കങ്ങളും നിലനിന്നിരുന്നു. ഉഷയുടെ അമ്മയുടെ മരണത്തിന് ശേഷം അവരുടെ പേരിലുള്ള സമ്പാദ്യത്തെ ചൊല്ലിയും തർക്കമുണ്ടായി. ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവശേഷം പ്രതികൾ ഒളിവിൽ പോയിരുന്നു. ഇന്ന് രാവിലെയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഷാനി, സുഹൃത്തുക്കളായ മനു, 16 വയസ്സുകാരൻ എന്നിവരെയാണ് വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുനിലത്തിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ജനം, തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം. സൈനിങ് ഓഫ്, വി വിനീഷ്.